വെൽക്കം ടു എസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള സയൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അക്കാഡമിയിലും എന്റെ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 കോഴ്സ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ 3ാമത്തെ കോഴ്സ് വരും, അതായത് യൂണിവേഴ്സിറ്റീസിന്റെ ക്രാഷ് കോഴ്സും വരും. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അരുണസൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് H2SO4. സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് എന്താണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷന്റെ പ്രോസസ്സിന് എന്തെന്നറിയപ്പെടും? കോൺടാക്ട് പ്രോസസ് എന്നറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ. ഓർത്ത് വയ്ക്കാം, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത് ചോദിച്ചിട്ട് ഏതാണ്? റീസാറ്റ് 1. ഓർത്ത് വയ്ക്കുക, ഏതാണ്? റീസാറ്റ് 1. അടുത്ത, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം ഏതാണ്? വിറ്റാമിൻ ഇ. ഓർത്ത് വയ്ക്കുക. അടുത്ത, കാനിസ് ഫെമിലാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? സയന്റിഫിക് നെയിമാണ് ചോദിച്ചാൽ നായ, ഡോഗ്. അടുത്ത, കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതോ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അൽഷിമേഴ്സ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് H2SO4. അടുത്ത, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 1. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇ. കാനിസ് ഫെമിലാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണെന്ന് ചോദിച്ചാൽ നായ. കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്ന മൂലമോ സെറിബൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നത് മൂലവും ഉണ്ടാകുന്ന രോഗം എന്ന് വെച്ചാൽ അൽഷിമേഴ്സ്. അടുത്ത ചോദ്യം: പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി എന്ന് ചോദിച്ചാൽ യൂറി ഗഗാറിൻ. അടുത്ത, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. അടുത്ത, സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന് വെച്ചാൽ JC ബോസ്. അടുത്ത പോയിന്റ്: വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം എന്ന് വെച്ചാൽ സൾഫർ. അടുത്ത, വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണം എന്ന് വെച്ചാൽ സോഡിയം. ഒന്നുകൂടെ നോക്കാം. പ്രപഞ്ചത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി എന്ന് വെച്ചാൽ യൂറി ഗഗാറിൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ്. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം എന്ന് വെച്ചാൽ സൾഫർ. അടുത്ത, വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണം എന്ന് വെച്ചാൽ സോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ: അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി, വൈറ്റമിൻ സി. അടുത്ത, മോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 23 മോൾ ദിനം. അടുത്ത, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അഡ്രിനാലിൻ. അടുത്ത, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ: 1ാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. അടുത്ത, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് എന്ന് ചോദിച്ചാൽ അനുനാദം. ഒന്നുകൂടെ നോക്കാം. അസ്കോർബിക് ആസിഡ് എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം സി. മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 23. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ അഡ്രിനാലിൻ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്റ്റി. 1ാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽക്കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് എന്ന് ചോദിച്ചാൽ അനുനാദം. അടുത്ത ക്വസ്റ്റ്യൻ: ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്ന് വെച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. അടുത്ത, UNO ജലശതാബ്ദ വർഷമായി ആചരിച്ചത് ഏത് വർഷം മുതൽ ഏത് വർഷം എന്ന് വെച്ചാൽ 2005 മുതൽ 2015 വരെയാണ് ജലശതാബ്ദ വർഷമായി ആചരിച്ചത്. അടുത്ത, മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ കടൽ മത്സ്യ കൃഷിയാണ് മാരികൾച്ചർ. അടുത്ത, വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറി.
അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. അടുത്ത ചോദ്യം, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഒന്നുകൂടെ നോക്കാം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. യുഎൻഒ ജല ശതാബ്ദ വർഷമായി ആചരിച്ചത് 2005 മുതൽ 2015 വരെ. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ കടൽ മത്സ്യകൃഷി. വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബറി. ഭാവിയിലെ ലോകം എന്നറിയപ്പെടുന്ന ലോകം എന്ന് വെച്ചാൽ ടൈറ്റാനിയം. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. നോക്കാം. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ക്ഷയവുമായി ബന്ധപ്പെട്ടാണ് ഡോട്ട് ചികിത്സ. അടുത്ത, ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. അടുത്ത, പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം ഫെർമിയം. 5 ഗ്രാം മോളിക്കുലർ മാസ് ജലത്തിന്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും എന്ന് ചോദിച്ചാൽ 90 ഗ്രാം. അടുത്ത, എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ AB. എന്നാൽ എല്ലാവർക്കും നൽകാൻ കഴിയുന്ന ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. അടുത്ത, ലോക കാഴ്ച ദിനം ഒക്ടോബർ 10. ലോക കാഴ്ച ദിനം ഒക്ടോബർ 10. അടുത്ത, മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. ഒന്നുകൂടെ നോക്കാം. ഡോട്ട് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ക്ഷയം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകം ഫെർമിയം. 5 ഗ്രാം മോളിക്കുലർ മാസ് ജലത്തിന്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും എന്ന് ചോദിച്ചാൽ 90 ഗ്രാം. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്ന് രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ AB. ലോക കാഴ്ച ദിനം ഒക്ടോബർ 10. മൂത്രത്തിൽ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. അടുത്ത പോയിന്റ്, ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അടുത്ത, ചൊവ്വയിൽ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു എന്ന് വെച്ചാൽ പെർക്ലോറേറ്റ്. ഓർത്തു വയ്ക്കുക, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പെർക്ലോറേറ്റ്. അടുത്ത, നമ്മുടെ അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ 90% കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. അങ്ങനെ ഓസോൺ ദിനം എന്നാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ് ഓസോൺ ദിനം. ഓർത്തുവയ്ക്ക് മറന്നു വരുത്. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീല. ഓസോണിന്റെ നിറം ഇളം നീല. ക്ലിയർ? ഏതാണ്? ഇളം നീലയാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം എന്ന് വെച്ചാൽ ഏതാണ്? തുളസി. ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. ഓർത്തുവയ്ക്കുക, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത, ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 5 ലിറ്റർ. അടുത്ത, ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് പാലായന പ്രവേഗം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 11.2 km/h. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ചൊവ്വയിലെ ജീവന്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഏതെന്ന് ചോദിച്ചാൽ പെർക്ലോറേറ്റ്. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ 90% കാണപ്പെടുന്നത് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 5 ലിറ്റർ. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് പാലായന പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 11.2 km/h. അപ്പൊ നമ്മള് എത്ര ഏകദേശം 35 ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് സയൻസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ഒന്നുകൂടെ പറയണം, അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അൺഅക്കാഡമിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.